തടി കുറയും. തടി കുറയ്ക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഹായ് സുഹൃത്തുക്കളെ, അലിയാട്ടോ, അലി പരപ്പനങ്ങാടിയാണേ. അപ്പൊ ഞാൻ പരപ്പനങ്ങാടി സൂപ്പിക്കുട്ടി സ്കൂളിലാണുള്ളത്. ഇവിടെ കുറേ സ്ത്രീകൾ കേട്ടോ, നമ്മളെ നാട്ടിലുള്ള കുറേ സ്ത്രീകൾ എന്തൊക്കെയോ പരിപാടി ഉണ്ട്. അപ്പൊ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാട്ടോ. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, വീട്ടിൽ ചീത്ത പറയോ? വീട്ടിൽ നിന്ന് പോയാല് ഇല്ല, എല്ലാരും കാരണം അതിന്റെ ബെനിഫിറ്റ് അത്ര അധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് പ്രശ്നമില്ല. നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഈ പെയിന്, എല്ലാ ജോയിന്റിലുള്ള പെയിനുകൾക്കൊക്കെ നല്ല മാറ്റമുണ്ട്. പിന്നെ അതുപോലെ മൈൻഡ് ഭയങ്കരമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. വീട്ടിലെ മൂഡ് സ്വിങ്സിനും അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഭയങ്കര മാറ്റമുണ്ട്. തടി കുറയ്ക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. നമ്മൾ നന്നായിട്ട് ഇളകിയിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അല്ല, എന്റെ വൈഫൊക്കെ തടി കുറയ്ക്കാൻ പറയുന്നത് കാര്യമുണ്ടോ? നമ്മൾ ചെയ്യുന്ന എഫർട്ടിനനുസരിച്ച് ചിലർ ചാടാൻ മടിച്ചു നിൽക്കും. അപ്പൊ അങ്ങനത്തെ തടി കുറയോന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്താ വെച്ചാല് നമ്മള് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ തടി കുറയാനും മറ്റു കാര്യങ്ങളൊക്കെ നല്ല ക്രൗഡ് ആണല്ലേ? നല്ല ക്രൗഡ്. ഒരു വർഷമായി സ്റ്റാർട്ട് ആയിട്ട്. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല? അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. അലർജിക്ക് കുറെ മരുന്ന് കഴിച്ച ആളാണ്. ഇപ്പൊ അലർജിന്റെ മരുന്ന് നിർത്തിയിട്ട് ഒരു 8 മാസത്തോളായി. എന്തൊക്കെയാ ഗുണങ്ങളുള്ളത് ഒന്ന് പറയോ? ഗുണങ്ങൾ എന്താ വെച്ചാല്, ഫസ്റ്റ് ആയിട്ട് ആരോഗ്യപരമായിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം വെയിറ്റ് ലോസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പെയിന് നല്ല കുറവുണ്ട്. പിന്നെ ഉറക്കം, മെയിൻ ആയിട്ട് ഉറക്കത്തിന്റെ പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ ഉറക്കുണ്ട്. പിന്നെ നമ്മളെ മറ്റേ ഡയബറ്റീസ്, അതുപോലെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ ഒരുപാട് നല്ല. ഒരു വർഷമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും ഒന്നിച്ച് കാണുന്നത് തന്നെ മനസ്സിന് വളരെ സന്തോഷമാണ്. X7 പരപ്പനങ്ങാടിയിൽ ടൗണിൽ 2 ബ്രാഞ്ച്, പിന്നെ ഉള്ളണത്ത് 2 ബ്രാഞ്ച്, അങ്ങനെ 4 ബ്രാഞ്ചുകൾ പരപ്പനങ്ങാടിയിലുണ്ട്. ഞങ്ങളിത് തുടങ്ങിയത് കൊടക്കാട് X7 നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് പരപ്പനങ്ങാടിയിൽ തുടങ്ങിയത്. ഇപ്പോൾ ലേഡീസിന്റെ മൈക്രോ യൂണിറ്റുകൾ 18 യൂണിറ്റുകൾ പരപ്പനങ്ങാടിയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ മിലിറ്ററിക്കാരനാണോ? റിട്ടയർ ചെയ്ത ആളാണ്. റിട്ടയർഡ് ആയില്ല? എന്തായിരുന്നു? ഞാൻ കമാൻഡന്റ് റാങ്കിൽ റിട്ടയർ ചെയ്തതാണ്. ഇപ്പൊ പരപ്പനങ്ങാടിന്റെ ക്യാപ്റ്റൻ ആണല്ലേ? പരപ്പനങ്ങാടിയിൽ X7 JP നമ്മൾ റിക്രിയേഷൻ ക്ലബിനോട് കൂടിയിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിന്റെ മെയിൻ സംഭവം ഇവിടെ പൊളിറ്റിക്സും രാഷ്ട്രീയവും അല്ലെങ്കിൽ മതം ജാതി ഒന്നും ഇല്ലാത്തൊരു പ്ലാറ്റ്ഫോം. അതുകൊണ്ടാണ് നമ്മളിതിൽ ആകൃഷ്ടനായത്. കാരണം രാവിലെ വരിക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറെ ആൾക്കാരെ കാണാം. പിന്നെ അതിന്റെ കൂടെ ഈ എക്സസൈസ് വളരെ ഗുണകരമാണെന്ന് നമ്മുടെ നാസർ വെള്ളക്കാരൻ സൂചിപ്പിച്ച പോലെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾ ഏറ്റെടുത്തു. കാരണം ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു എക്സസൈസ് ആണ്. ഏത് പ്രായത്തിലുള്ള ആൾക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു എക്സസൈസ് ആയതുകൊണ്ടും ഏതായാലും ഈ എക്സസൈസ് പ്രക്രിയ ഒരുപാട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത, ഇതിൽ സഹകരിച്ച എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി രേഖപ്പെടുത്തുന്നു. സന്തോഷമായിട്ട് 511 ആളുകൾ ഇന്ന് ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്.